നിങ്ങൾ നല്ലൊരു സ്കൂട്ടർ വാങ്ങാനിരിക്കുകയാണോ ഈ കടന്നു വരുന്ന ഓണത്തിനും അല്ലെങ്കിൽ കടന്നു വരുന്ന മാസങ്ങളിൽ നിങ്ങൾ നല്ലൊരു സ്കൂട്ടർ വാങ്ങാനിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത്. അതെ, അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന ഒരു സ്കൂട്ടർ. ഫ്യൂവലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറവ് നല്ല മൈലേജ് ആയിരിക്കും ഇതിന് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ ക്യാരിങ് കപ്പാസിറ്റി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും എല്ലാം നല്ല സ്പേസിങ്. അതേപോലെ തന്നെ 2 ഹെൽമെറ്റ് വരെ നമുക്ക് ഈ ഒരു സ്കൂട്ടറിനകത്ത് വഹിക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോകുകയാണെങ്കിൽ 2 പേർക്കുള്ള ഹെൽമെറ്റ് വരെ അതിൻ്റെ അകത്തിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്കൂട്ടറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ വരാൻ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്കൂട്ടർ തന്നെ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്കൂട്ടർ സ്വന്തമാക്കട്ടെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷത്തെ ഒരു അനുഭവമാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാനോ അങ്ങനെയുള്ളതല്ല. പലതരം സ്കൂട്ടറുകളും ബൈക്കുകളും നമ്മൾ ഓടിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് എൻ്റെ പെർഫോമൻസ് ലെവലുകൾ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സ്കൂട്ടർ ഞാൻ ഒരു വർഷമായി സ്വന്തമാക്കിയിട്ട്. അപ്പം ഏത് സ്കൂട്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ടി വി എസിന്റെ ജൂപ്പിറ്റർ 125 cc സ്കൂട്ടറാണിത്. ഏകദേശം ഇത് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് ആദ്യമേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഷോർട്ടായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ അത് കേടായി, ഇത് കേടായി, ഇതിന്റെ സെൻസർ കംപ്ലൈന്റ്, അത് കംപ്ലൈന്റ്, ഇത് കംപ്ലൈന്റ്, മറ്റുള്ള സ്കൂട്ടറുകളെ കമ്പയർ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഏതൊരു വാഹനത്തിനാണെങ്കിലും കംപ്ലൈന്റുകൾ വരും. അതിപ്പോൾ ഏത് പെർഫോമൻസ് ലെവലിൽ നിൽക്കുന്ന വണ്ടികളാണെങ്കിലും വരും. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വണ്ടി ഞാൻ സ്വന്തമാക്കിയതിനു ശേഷം ഞാൻ ആദ്യം ഇതിനെ മൈലേജിനെ കുറിച്ചാണ് ചെക്ക് ചെയ്തത്. നമ്മൾ സാധാരണപ്പെട്ട ഒരാൾ നമ്മൾ സാധാരണ സ്കൂട്ടർ എടുത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും മൈലേജ് നോക്കും. ഏത് വ്യക്തി മൈലേജ് നോക്കി തന്നെയാണ് സ്കൂട്ടർ എടുക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ നമുക്ക് ഈ ഒരു മൈലേജിനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അന്ന് എനിക്ക് ഒരു കുറവായിട്ട് തോന്നിയില്ല. കാര്യം മറ്റുള്ള ബൈക്കുകൾ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ ഇപ്പൊ ഈ കറന്റ് സിറ്റുവേഷനിൽ മൈലേജ് തീരെ കുറവാണ്. പല വണ്ടികളും കുറവാണ്. കാരണം വെച്ചാൽ ഫ്യൂലിനൊക്കെ ഒരുപാട് റേറ്റ് കൂടി. ഈ ഒരു കറന്റ് സിറ്റുവേഷനിലും ഞാനിപ്പോൾ ഓഗസ്റ്റിലാണ് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇതിന്റെ മൈലേജ് അത്യാവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ലിറ്ററിന് നമുക്ക് 45-46 മൈലേജ് നമുക്ക് ഈ ഒരു സ്കൂട്ടറിന് കിട്ടും. ഇനി മൈലേജിന് മാത്രമല്ല, ഇതിന്റെ ആ ഒരു നമ്മൾ ഓടിക്കുമ്പോൾ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാറിൽ ഇരുന്ന് ഓടിക്കുന്നതിന്റെ ഒരു ഇതാണ്, ഒരു ഫീലാണ് കിട്ടുന്നത്. പലരും പറഞ്ഞു വൈബ്രേഷൻ കൂടുതലാണ്. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷമായിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ ഓടിച്ചു എന്നൊക്കെ നമുക്ക് കാണിക്കാം. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഗുണം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ മൈലേജും ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ എത്ര കിലോമീറ്റർ ഞാൻ ഓടിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് നമുക്കൊന്ന് കാണിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഓഡോമീറ്റർ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ ഇതിന്റെ ഓഡോമീറ്റർ എത്രമാത്രം കിലോമീറ്റർ ഇത് ഓടി അല്ലെ ആ ഓടിയതിനു ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇതിപ്പോഴ് 10,206 കിലോമീറ്ററാണ് ഞാൻ ഓടിച്ചേക്കുന്നത്. എത്ര? 10,206 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് ഞാനൊരു പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയും കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് വ്യക്തമാക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു വാഹനം എടുത്ത് ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ പറയുമല്ല. നേരത്തിൽ ഓടിച്ചതിന് ശേഷം എന്തുമാത്രം പേർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് പലരും ഇതിന്റെ കംപ്ലൈന്റ് ആയിട്ട് വീഡിയോക്കത് സൂചിപ്പിച്ചത് ഇതിന് സെൻസർ കംപ്ലൈന്റ് വരുന്നു, അങ്ങനെ കംപ്ലൈന്റ് വരുന്നു. അതൊക്കെ പേഴ്സണൽ ആയിരിക്കും. എനിക്കതൊന്നും എക്സ്പീരിയൻസ് വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേക്ക് വരെ ഇതിനൊരു പ്രത്യേകത, ഇതിന് കിക്കർ ഇല്ല. സാധാരണ സ്കൂട്ടറുകൾക്ക് കിക്കറുണ്ട്, ഇതിന് കിക്കർ ഇല്ല. അതൊക്കെ ഓരോ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ സെൻസർ ഇതാണ്. നമ്മൾ ജസ്റ്റ് ഇത് മാത്രം ഇങ്ങനെ നമ്മുടെ സെൻസർ രീതിയിലാണ് സെൽഫ് സ്റ്റാർട്ട് വഴി മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത്രയും കിലോമീറ്റർ ഓടിച്ച് ഇത്രയും ദൂരം ഓടിച്ചതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതിനൊരു ഫീൽ ചെയ്തിട്ടില്ല. ഒരിടത്തും ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അതാണ് എനിക്ക് ആദ്യം എടുത്ത് പറയാനുള്ളത്. പിന്നെ മൈലേജിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ വൈബ്രേഷനെ കുറിച്ച് പറഞ്ഞു. ഓട്ടത്തിൽ ഭയങ്കര വൈബ്രേഷൻ എന്നുള്ള ഫീൽ ചെയ്യുന്നത് ഇല്ല. മറ്റുള്ള സ്കൂട്ടറുകളെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്. അല്ലാതെ ആദ്യമേ പോയി ഇങ്ങനെ ഒരു സ്കൂട്ടർ എല്ലാവരും എടുക്കുന്നത്. മറ്റുള്ള സ്കൂട്ടറുകളൊക്കെ പല കമ്പനികളുടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കൂട്ടർ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ള കമ്പനികളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേ ഇതിനും അങ്ങനെ വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരും. നല്ല സ്മൂത്ത് ആണ്. നമുക്ക് നല്ല കിലോമീറ്റർ കണക്കിന് നമുക്കൊരു 50, 80, 100 ഒക്കെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഓടിക്കാനുള്ള ആ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു തരുന്നുണ്ട്. ഇതിപ്പോ 10,000 മുകളിൽ നിന്ന് ഓടിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഏത് വണ്ടി മേടിച്ചാലും നമ്മൾ അതൊരു 2000-2500 കിലോമീറ്റർ കഴിയുമ്പോൾ അതിനെ നമ്മൾ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അത് ഏത് വണ്ടി മേടിച്ചെന്ന് പറയാം. അപ്പൊ നമുക്ക് കംപ്ലൈന്റ് അങ്ങനെ വരത്തില്ല. ഇപ്പൊ 10,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബാക്ക് ടയർ തേഞ്ഞു തുടങ്ങി. കാരണം വെച്ചാൽ ചെറിയ ടയറല്ലേ, അപ്പൊ അത് പെട്ടെന്ന് തേയും. ഒരു 10,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ അത് ഇനിയിപ്പോൾ നമുക്ക് മാറാനുള്ള സമയമായിട്ടുണ്ട്.
ഇനിയും പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒരു നെഗറ്റീവ്, നമുക്ക് നെഗറ്റീവ് പറഞ്ഞല്ലോ, ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫ്യൂവൽ ടാങ്ക് ഇവിടെ ഫ്രണ്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു കാര്യം വെച്ചാൽ പിന്നെ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പേസിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിൽ ഇത് പിന്നെ പെട്രോൾ അടിക്കുമ്പോഴേ പമ്പ് ജീവനക്കാർക്ക് ചില ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു എയർ നമ്മൾ അടിക്കുമ്പോൾ എയർ ഫിൽ ചെയ്ത് ഇങ്ങോട്ട് തള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സ്പീഡ് കുറച്ച് അടിക്കാൻ പറഞ്ഞാൽ മതി. സ്പീഡ് കുറച്ച് നമ്മൾ പെട്രോൾ അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ എയർ തള്ളാതെ നമുക്ക് കൃത്യമായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. സ്പീഡ് വരുമ്പോൾ പിന്നെ പെട്രോൾ തള്ളുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ് അതിന്റെ ഒരു നെഗറ്റീവ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എല്ലാ പമ്പുകാർക്കും അത് ജീവനക്കാർക്കും അറിയാതെ കൃത്യമായിട്ട് എങ്ങനെയാണ് പമ്പ് പിന്നെ പെട്രോൾ അതിലേക്ക് അടിച്ച് കയറ്റേണ്ടതെന്ന് അറിയാം. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പലർക്കും അറിയേണ്ട ഇതിൽ എന്തുമാത്രം കാര്യങ്ങളുള്ളൂ. ഇനി എല്ലാവരും ഇപ്പൊ ഒരു 100 പേര് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 95 പേർക്കും അറിയേണ്ടത് ഇതിനകത്ത് ഗ്യാസ് കുറ്റി കയറ്റാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ടി വി എസിന്റെ ഈ മോഡൽ, അല്ലെങ്കിൽ പല മോഡലുകൾക്കും ഇത് പറ്റത്തില്ല, പല മോഡലുകൾക്കും ആ ഒരു ഗ്യാസ് കുറ്റി കയറ്റാൻ പറ്റത്തില്ല. എങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഗ്യാസ് കുറ്റി നല്ല വൃത്തിക്ക് നമുക്ക് ഇത് ഈ ഒരു സാധനങ്ങൾ വെക്കുന്ന ലോക്കുണ്ട്, അത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്യാസ് കുറ്റി നന്നായിട്ട് നമുക്ക് കയറ്റി വെക്കാൻ പറ്റും. നമ്മൾ കയറ്റി വെച്ച് നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കും അത് യൂസ്ഫുൾ ആണ്. പിന്നെ അത് പ്രോത്സാഹിപ്പിക്കുകയല്ല, ഗ്യാസ് കുറ്റി വെച്ചുകൊണ്ട് പോകുന്നത് പ്രോത്സാഹിപ്പിക്കുകയല്ല. നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള പിന്നെ ഹെവി വണ്ടികളിലാണ് ഗ്യാസ് എടുക്കേണ്ടത്, ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ ഞാൻ പറയുന്നത് ഇത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ ആ ഒരു സ്പേസിംഗ് കപ്പാസിറ്റി തരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ സ്പേസിംഗ് കപ്പാസിറ്റി തരുമ്പോൾ തന്നെ അവിടെ എന്തുമാത്രം സാധനം കൂടെ വെക്കാൻ പറ്റുമെന്ന് നോക്കണം. ഒരുപാട് ക്യാരി കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഫ്രണ്ട് സ്പേസിൽ, അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇനിയും പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇതിന്റെ പിന്നെ നമുക്ക് സീറ്റിന്റെ, ഞാൻ പറഞ്ഞല്ലോ ഹെൽമെറ്റിന്റെ കാര്യത്തിനെ കുറിച്ച്. ഹെൽമെറ്റിന്റെ എന്തുമാത്രം എത്ര ഹെൽമെറ്റിന്റെ അകത്ത് പിന്നെ വെക്കാൻ പറ്റും എന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. ജസ്റ്റ് നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഞാൻ 2 ഹെൽമെറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. 2 ഹെൽമെറ്റ്. സാധാരണ സ്കൂട്ടറിനൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂട്ടറൊക്കെ പറയും ഈ ഒരു സ്പേസേ കാണത്തുള്ളൂ പല സ്കൂട്ടറുകൾക്കും. ഒരു ഹെൽമെറ്റ് വെക്കാം. എങ്കിൽ ഈ 2 ഹെൽമെറ്റ് ഇവിടെ നമുക്ക് പിന്നെ നല്ല അടിപൊളിയായിട്ട് വെക്കാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്തണം, ഈ 2 ഹെൽമെറ്റ് എടുക്കുമ്പോൾ എന്തുമാത്രം സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ എന്തുമാത്രം നമ്മളിപ്പോൾ പച്ചക്കറി കടയിലൊക്കെ പോകുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. പലചരക്ക് കടകളിൽ നിങ്ങൾ പോവുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റും. അതേസമയം നല്ല സ്പേസിംഗ് ഒരു കപ്പാസിറ്റി നമുക്ക് ഈ ഒരു സ്കൂട്ടർ നൽകുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിനുപരി സ്പേസിംഗ് കപ്പാസിറ്റി, സ്പേസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ നോക്കേണ്ടത്. സ്പേസും പെർഫോമൻസും ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടി വി എസ് ജൂപ്പിറ്റർ 125 നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യം ഇതിൻ്റെ പെർഫോമൻസ് എന്തെങ്കിലും വേറെ ലെവൽ. കാരണം വെച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടാണ്, നമ്മൾ എന്ത് കാര്യം നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. അല്ല വെറുതെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന്റെ നമ്മൾ ഇത്ര മനസ്സിലാക്കിയത് ഈ ഒരു ആകെ ഒരു നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫ്യൂവലിന്റെ പിന്നെ ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ലൈറ്റിനും പിന്നെ അത്യാവശ്യം ഒരു ലൈറ്റ് നമ്മളൊരു ഡിമ്മ അല്ലെങ്കിൽ ബ്രൈറ്റിന് ഇച്ചിരി ഇത് കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വണ്ടികളെ അടിച്ച് ബ്രൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെട്ടവും ചെല്ലുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. മറ്റുള്ള വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ബ്രൈറ്റ് ഇച്ചിരി നല്ല പവർ കിട്ടും. എങ്കിൽ ഇതിന് ബ്രൈറ്റിനും ഇച്ചിരി കുറവുണ്ട്. അത് രാത്രിയിലൊക്കെ ഓടിക്കാൻ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള ഇതാണ് എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു രീതിയിലും നമുക്ക് യാതൊരുവിധ എങ്കിൽ പിന്നെ 2 പേരെ കൊണ്ട് നല്ലൊരു കയറ്റമൊക്കെ കയറുവാണെങ്കിൽ പോലും നമുക്കൊരു യാതൊരുവിധ അതിൻ്റെ ഒരു പവറിനും ഒരു വിഷയം വരുന്നില്ല. അങ്ങനെയുള്ള കുറേയേറെ ഗുണങ്ങൾ ഈ ഒരു വണ്ടിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു അസറ്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു സ്കൂട്ടറൊക്കെ നോക്കുന്നെങ്കിൽ അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് തരുന്ന നല്ലൊരു സ്കൂട്ടറായിരിക്കും ടി വി എസ് ജൂപ്പിറ്റർ 125.